എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ചക്കയുടെ സീസണാണല്ലോ. നാട്ടിലുള്ള എല്ലാ പ്ലാവുകളും ചക്ക ഉണ്ടായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെ നാടൻ പ്ലാവാണ്. ഇതൊരു 10-20 വർഷത്തോളം പഴക്കമുള്ള പ്ലാവാണ്. അപ്പോൾ അതിലിപ്പോൾ ഒരു 5-8 വർഷത്തിലധികമായിട്ട് ധാരാളം ചക്ക ഉണ്ടാവുന്നുണ്ട്. ഒരു 10-200 ചക്കകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതിൽ മുകളിൽ നിൽക്കുന്ന 2 ചക്ക മൂത്തിട്ടുണ്ട് നന്നായി. അപ്പോൾ ആ ചക്ക പറിച്ചിട്ട് ഉപ്പേരി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചക്ക അങ്ങനെ പറിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. ചക്ക വളരെയധികം മുകളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചക്ക പറിച്ചിടുക എന്ന് പറയുന്നത് ഇത്തിരി ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യം തന്നെയാണ്. അപ്പോൾ ഏതായാലും ഞാൻ അരിവാളൊക്കെ വെച്ച് കെട്ടിയിട്ട് ചക്ക വലിച്ചിട്ട് കൊണ്ടിരിക്കുകയാണ്. ഈ പ്ലാവിൻ്റെ ചക്ക ഒരുപാട് വലിയ ചക്കയല്ല, എന്നാൽ ചെറിയ ചക്കയല്ല, ഒരു മീഡിയം സൈസ് ഉള്ള വലിപ്പമുള്ള ചക്കകളാണ്. ഉപ്പേരി ഉണ്ടാക്കാനായാലും വറക്കാനായാലും അതുപോലെ തന്നെ പഴുത്തിട്ട് കഴിക്കാനും നല്ല രസമുള്ള ചക്കകളാണിത്. എന്തായാലും ഞാൻ ചക്ക ഒരു വിധം വലിച്ച് താഴെ ഇട്ടു. ഇതാണ് നമുക്ക് പറിച്ചിട്ട ചക്ക. അതിൻ്റെ ഒരു ഭാഗം താഴത്തേക്ക് വീണപ്പോൾ കുറച്ച് ചതഞ്ഞു പോയി, കണ്ടോ? മോൾ ഭാഗം കുറച്ച് ഭാഗം ചതഞ്ഞു പോയി. അപ്പോൾ ഇതൊരു വലിയ ചക്ക തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ ചക്ക മുഴുവനായിട്ട് എടുത്ത് കറി വയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം വീട്ടിൽ ആൾക്കാർ വളരെ കുറവാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഒരു ഭാഗം, ഞാൻ ഒരു ഭാഗത്തോളമുള്ള ചക്കയാണിത് ഇപ്പോൾ ഇങ്ങനെ വെട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ വെട്ടത്തിയൊക്കെ വെച്ച് മുറിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മുറിക്കണം. കാരണം കാലിലൊന്നും മുറിയാത്ത രീതിയിൽ വേണം നമ്മൾ ചക്ക വെട്ടുക എന്ന് പറയുന്നത്. എല്ലാ പ്ലാവിൻ്റെയും ചക്കകൾ ഇങ്ങനെ ഉപ്പേരി വെച്ചിട്ട് കഴിക്കുമ്പോൾ വലിയ രസം ഉണ്ടാവാറില്ല. ചില പ്ലാവിൻ്റെയൊക്കെ വളരെ മോശമായിരിക്കും. പക്ഷേ ഈ പ്ലാവിൻ്റെ കുഴപ്പമില്ല, ഉപ്പേരി വെച്ച് കഴിക്കാനായിട്ട് നല്ല ചക്കയാണ്. അപ്പോൾ ഈ പ്ലാവ് ഞാൻ നട്ടതൊന്നുമല്ല, നമ്മുടെ തറവാട് വീട്ടിലുണ്ടായിരുന്ന പ്ലാവിൻ്റെ ഒരു ചെടിയാണ് ഇത്. അപ്പോൾ പണ്ട് ചക്ക അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കറി വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുരു അങ്ങനെ കിടന്ന് മുളച്ചിട്ടാണ് ഈ പ്ലാവ് ഇവിടെ തന്നെ മുളച്ച് വന്നത്. അപ്പോൾ അത് ഒരു 10-20 വർഷത്തിൽ മേലെ പഴക്കം മാത്രമേ ഈ പ്ലാവിനുള്ളൂ. അപ്പോൾ അത് ചക്ക നന്നായി പിടിച്ചു തുടങ്ങിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5-8 വർഷം ആവണുള്ളൂ. അപ്പോൾ ഇത് ചക്ക ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തോടാണ് വെട്ടിയെടുത്തത്. അതാണ് ഉപ്പേരി വയ്ക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പേപ്പറൊക്കെ ഇട്ടിട്ട് അതിലത്തെ ആ ഭാഗത്തു നിന്നുള്ള മുളിഞ്ഞീൻ നമ്മളൊരു ഈർക്കിൽ വെച്ചിട്ട് ആദ്യം മുളിഞ്ഞീൻ ഇങ്ങനെ കളയണം. അങ്ങനെ മുളിഞ്ഞീൻ കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചക്ക പീസുകളാക്കിയിട്ട് മുറിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഈ വെട്ടുകത്തിയിലൊക്കെ ഇതിൻ്റെ മുളിഞ്ഞീൻ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട്, അതായത് വെട്ടുകത്തി ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതുപോലെ തന്നെ അത് നമ്മളിങ്ങനെ വെട്ടുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലും കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലും ഈ മുളിഞ്ഞീൻ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കൈ അതിന് ശേഷമൊക്കെ കഴുകി വൃത്തിയാക്കുമ്പോഴും വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മുളിഞ്ഞീൻ മാറാനായിട്ട് അങ്ങനെ ഒരു ട്രിക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പലർക്കും ഒരു പക്ഷേ ഈ കാര്യം അറിയുന്നതായിരിക്കാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഇങ്ങനെ കൊച്ചു കൊച്ചു പീസുകളാക്കിയിട്ട് അത് നുറുക്കി ഇരിക്കുകയാണ്. അപ്പോൾ ഈ ചക്ക അങ്ങനെ വെട്ടി നമ്മൾ ഉപ്പേരിക്കൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നൊരു പ്രക്രിയയാണ്. കാരണം നമ്മൾ എളുപ്പത്തിൽ അങ്ങനെ ഓടിച്ചെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ നമ്മൾ നുറുക്കിയും വെട്ടിയൊക്കെ എടുക്കുക എന്ന് പറയുന്നത് ഒരു സമയം അതിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുക തന്നെ വേണം. അപ്പോൾ ഞാൻ അതിൻ്റെ മൂക്ക് ഇങ്ങനെ ചെത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂക്ക് ചെത്തി കഴിഞ്ഞു. ഇനി നമ്മളതിലത്തെ ചുളകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പീലി ഇല്ലാണ്ട് വേണം നമ്മളത് അതിൽ നിന്ന് ഇങ്ങനെ അടർത്തി എടുക്കാനായിട്ടുള്ളത്. പീലി അതിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കളയും വേണം. നമ്മൾ കറി വയ്ക്കുമ്പോൾ അത് ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മളതിൽ നിന്ന് ഇങ്ങനെ വേർപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചക്ക അങ്ങനെ ഇടാനും അതുപോലെ തന്നെ അതിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഒരു 2 മണിക്കൂറോളം സമയം എന്തായാലും എടുക്കും. അപ്പോൾ അത് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ വൃത്തിയിൽ വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ചക്ക ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോ മുറിച്ച് വെച്ച പീസിൽ നിന്നും ഇതിങ്ങനെ അടർത്തിയെടുക്കുകയാണ്. അപ്പോൾ അത് അടർത്തിയെടുത്തതിന് ശേഷം വേണം നമുക്കിനി അത് നുറുക്കാനായിട്ട്. നുറുക്കുന്നതിന് മുമ്പ് നമുക്കതിൽ നിന്ന് ചക്കയുടെ കുരു വേർപ്പെടുത്തി എടുക്കണം. അപ്പോൾ അതിൻ്റെ പോളയും അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കണം. ചക്കക്കുരു കൂടി നമുക്ക് ഈ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അതിലിട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതും നുറുക്കാനും അതിൻ്റെ തൊലി കളയാനൊക്കെ സമയം പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഞാൻ കുറേ സമയമായി ഇങ്ങനെ അത് അടർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള പീസിൻ്റെയും കൂടി മൂക്ക് ഞാൻ ചെത്തിയിട്ട് ഇനി അതിലത്തെ ഈ ചോളകൾ പറിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു 11 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പം കുറച്ച് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വേഗത്തിൽ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഇതൊക്കെ ചുള പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചുള പറിച്ച് കഴിഞ്ഞു. ഇനി നമ്മളതിൽ നിന്ന് ആ കുരു അടർത്തിയെടുത്ത് നുറുക്കണം. അത് ചുള ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ
ഇതിങ്ങനെ അരിഞ്ഞ് ചെറിയ പീസുകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് ആദ്യം നടുവിങ്ങനെ മുറിച്ചതിന് ശേഷം പിന്നീടത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞ് അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഇത് നമുക്ക് മറ്റേ കട്ടിങ് ബോർഡിലൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് തന്നെയാണ് അതിങ്ങനെ നുറുക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരുവിധമൊക്കെ അതിലത്തെ പകുതിയോളം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് അരിയണം. അപ്പോൾ അതൊരു 10-20 മിനിറ്റ് എന്തായാലും സമയമെടുക്കും നമുക്കത് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 4 പേര് 5 പേര് ഉള്ള ഒരു കുടുംബത്തിനൊക്കെ ആണെങ്കിൽ ഞാനെടുത്ത അത്രയും പീസ് നമ്മൾ എടുത്താൽ മതിയാകും. കാരണം നമുക്ക് ഉപ്പേരിയായിട്ടും ചോറിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ നമുക്ക് 4 മണിക്ക് ചായയുടെ ഒപ്പമൊക്കെ ആയിട്ടും ഇത് ഉപയോഗിക്കാം. അപ്പോൾ അത് ഏകദേശം നുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കക്കുരുവിൻ്റെ തൊലി കളയണം. അപ്പോൾ നമ്മളതിൻ്റെ പോള കളഞ്ഞ് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമ്മളത് ചെറിയ 4 പീസുകളാക്കിയിട്ട് അത് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചക്കക്കുരുവിൻ്റെ തൊലി കളഞ്ഞ് അത് 4ആക്കിയിട്ട് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേറെ, അതായത് ചക്കക്കുരു വേറെ നമ്മൾ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നമ്മുടെ ചക്ക വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതൊരു അരിപ്പുള്ള പാത്രമാണ്. അരിപ്പുള്ള പാത്രത്തിൽ ആദ്യം കുറച്ച് വെള്ളം അതിൽ വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചക്കയിൽ ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അതിൻ്റെ മേലെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത്. ഇങ്ങനെ വേവിക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റോളം നമ്മൾ വേവിച്ചാൽ മതി. അത് അടച്ച് വെച്ച് നമ്മൾ വേവിച്ച് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കണ്ടോ ഞാൻ ഇളക്കി നോക്കുകയാണ്. ഇളക്കി നോക്കുമ്പോൾ വേവ് കുഴപ്പമില്ലാത്ത രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റോളം നമ്മളത് അടച്ച് വെച്ച് വേവിക്കണം. അങ്ങനെ ആവിയിൽ നമുക്ക് വേവിക്കാം. ഞാനിങ്ങനെയാണ് സാധാരണ ചക്ക കറി വയ്ക്കാറുള്ളത്. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ കണ്ടോ നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയിൽ നിന്ന് 2-3 ചുളയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വെന്തതറിയാം. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഞാൻ ചക്കക്കുരു വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് വേവിച്ചതിൻ്റെ വെള്ളം നമ്മൾ കളഞ്ഞിട്ട് നമ്മളിനി ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. കുരു നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ആയിട്ട് വേറെ വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതൊരു അരമണിക്കൂറോളം, ഒരു 20 മുതൽ ഒരു അരമണിക്കൂറോളം നമ്മൾ അത് വേവിച്ചതാണ്. അത് വേവിച്ചിട്ടാണ് നമ്മളതിലത്തെ വെള്ളം കളഞ്ഞതിന് ശേഷം അത് ഇതിലേക്ക് മിക്സ് ചെയ്തത്. അത് മിക്സ് ചെയ്തിട്ട് നമ്മളതിൽ ഇളക്കി അത് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചക്കക്കുരു വേവിക്കുമ്പോൾ അതിൽ അത്യാവശ്യം ഉള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എന്നാലേ നമുക്ക് കറിയിലേക്കുള്ള ഉപ്പ് പാകത്തിനാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇത് കാച്ചിയെടുക്കാം. അപ്പോൾ ഞാൻ കാച്ചിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഇത്രയൊക്കെ അളവ് മതിയാകും. അങ്ങനെ അതിനൊരു അളവായിട്ടല്ല, നമ്മൾ ഏകദേശം ഒരു കൈ കണക്ക് വെച്ചിട്ട് ഇത്രത്തോളം വെളിച്ചെണ്ണ നമ്മളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് നന്നായി പൊട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ചുവന്നുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും നമ്മൾ ചതച്ചെടുക്കുക. നന്നായി ചതച്ചെടുത്തതിന് ശേഷം അത് നമ്മളിതിലേക്ക് കൊടുക്കുക. കണ്ടോ, ഒരു സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇഞ്ചി വളരെ കുറച്ചേ ഉള്ളൂ. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇനി നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം എപ്പോഴും നമ്മുടെ സ്റ്റവ് ഇടാനായിട്ട്. അതിനുശേഷം അതൊന്ന് ചെറുതായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2-4 തണ്ട് കറിവേപ്പില നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളതിലേക്ക് ചതച്ച മുളകാണ് ഇടുന്നത്. മുളക് പൊടിയല്ല, നമ്മൾ ചതച്ച മുളകാണ് അതിലേക്ക് ഇടുന്നത്. അതൊരു 3 സ്പൂൺ മുളക് നമ്മളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിലും കൂടുതൽ വേണമെങ്കിൽ ഇടാം. ഞാനൊരു മിനിമം എരിവുള്ളതാണ് അതിലേക്ക് ഇട്ടുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കറിവേപ്പില കുറച്ചും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഞാനത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി അതിലേക്ക് ഇടാം. ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ് അതിലേക്ക് മിക്സ് ചെയ്തത്. അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് കരിയാണ്ട് നമ്മൾ നോക്കണം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ അതിലേക്ക് കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മിളകും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇട്ടത് ഒരു മൂത്ത് പരിവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേവിച്ച് വെച്ച ചക്ക നമുക്ക് അതിലേക്ക് ഇടാം. ഞാൻ അതിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ അത് നമ്മൾ കുറേശ്ശെ ഇട്ടതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ചെറിയ ചട്ടി ആയതുകൊണ്ട് ഞാൻ പകുതി അതിലേക്ക് ഇട്ടിട്ടുള്ളൂ. ബാക്കി പകുതി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അത് ഇട്ട് നമ്മൾ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കറി ഏകദേശം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ബാക്കി അതിലുണ്ടായിരുന്ന ചക്കയും കൂടി അതിലേക്ക് ഇട്ടു. ഇനി
നമ്മളത് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളുടെ മുളകും കാര്യങ്ങളൊക്കെ അതിലേക്ക് നന്നായി പിടിക്കുകയുള്ളൂ. അപ്പോൾ അത് പിടിക്കുന്നത് വരെ നമ്മൾ നന്നായി അത് ഇളക്കി കൊടുക്കുക. അപ്പോൾ തീ ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അതിന് ശേഷം നമ്മൾ ഇളക്കിയാൽ മതി, കാരണം അതിൻ്റെ വേവ് ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചക്ക ഉപ്പേരി ഇത് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്തരത്തിൽ ചക്കയുടെ ഉപ്പേരി ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.